ഞാൻ പ്രസന്ന. ഞാൻ MBBS ചെയ്യുന്നു. സർ, അനാവശ്യമായി മൃഗങ്ങളെ വധിക്കൽ തെറ്റാണെന്ന് താങ്കൾ പറഞ്ഞുവല്ലോ. ഇന്ന് സസ്യഭോജി ആയിക്കൊണ്ട് ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ മനുഷ്യന് സാധിക്കും. രുചിമുകുളങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മൃഗങ്ങളെ വധിക്കാൻ പറ്റുമോ? സഹോദരൻ പ്രസന്ന ചോദിച്ചത് വളരെ നല്ലൊരു ചോദ്യമാണ്. വിഷയവുമായി ബന്ധമുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഭക്ഷണത്തിന് വേണ്ടിയല്ലാതെ മൃഗങ്ങളെ കൊല്ലരുതെന്ന അള്ളാഹുവിന്റെ കൽപ്പന ഞാൻ പറഞ്ഞു. ഉന്നം വെക്കാൻ പറ്റില്ലെന്നും പറഞ്ഞു. പിന്നെ എന്തിനാണ് മൃഗങ്ങളെ കൊല്ലുന്നത്? അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അതില്ലാതെ തന്നെ ആരോഗ്യമായി ജീവിക്കാം. പിന്നെ എന്തിനാണ് രുചിക്ക് വേണ്ടി മാത്രം മൃഗങ്ങളെ കൊല്ലുന്നത്? സഹോദര, ഒന്നാമത്തെ പോയിന്റ്, ഒരാൾക്ക് സസ്യഭോജിയായിട്ട് നല്ല മുസ്ലിം ആവാൻ സാധിക്കും. നിർബന്ധമായും സസ്യേതര ആഹാരം കഴിക്കണമെന്ന് ഖുർആനിലോ ഹദീസിലോ ഇല്ല. സസ്യഭോജിയായി താങ്കൾക്ക് നല്ലൊരു മുസ്ലിം ആവാം. പക്ഷേ 5-ാം അധ്യായം മാഇദയിലെ 1-ാം വചനത്തിൽ അള്ളാഹു ഖുർആനിൽ പറയുന്നു, നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതൊഴിച്ചുള്ള ആട്, മാട്, ഒട്ടകം എന്നീ ഇനങ്ങളിൽപ്പെട്ട മൃഗങ്ങൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. 16-ാം അധ്യായം നഹ്ലിലെ 5-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, കാലികളെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, അവയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുന്നു. 23-ാം അധ്യായം മുഅ്മിനൂനിലെ 21-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, തീർച്ചയായും കന്നുകാലികളിൽ നിങ്ങൾക്ക് ഒരു ഗുണപാഠമുണ്ട്. അവയുടെ ഉദരങ്ങളിലുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് നാം കുടിക്കാൻ തരുന്നു. നിങ്ങൾക്ക് അവയിൽ ധാരാളം പ്രയോജനങ്ങളുണ്ട്. അവയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. സ്രഷ്ടാവായ അള്ളാഹു ഇവയെ തിന്നാൻ അനുമതി നൽകുമ്പോൾ നാം എന്തിനു തിന്നാതിരിക്കുന്നു? താങ്കളുടെ പ്രസ്താവനയിലേക്ക് വരാം. താങ്കൾ ഒരു MBBS വിദ്യാർത്ഥി. ഞാനും ഒരു മെഡിക്കൽ ഡോക്ടറാണ്. ഞാൻ MBBS പാസ്സായിട്ടുണ്ട്. ഒരു MBBS വിദ്യാർത്ഥിയായതുകൊണ്ട് താങ്കൾക്കറിയാം, ചില അമിനോ ആസിഡുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അവ പുറമെ നിന്നുള്ള ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം. 8 അമിനോ ആസിഡുകൾ നിർബന്ധമാണ്. ഈ അമിനോ ആസിഡുകൾ പുറത്തു നിന്നുള്ള ഭക്ഷണത്തിലൂടെ ലഭിക്കണം. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ ബാധിക്കും. അത്യാവശ്യമായ ഈ 8 അമിനോ ആസിഡുകൾ ലഭിക്കുന്ന ഒരു സസ്യവും ഈ ലോകത്തിലില്ല. ഇവ ലഭിക്കുന്നത് മാംസം, മത്സ്യം എന്നിവയിലൂടെ മാത്രമാണ്. മാംസത്തിൽ ധാരാളം പ്രോട്ടീനുണ്ട്, ധാരാളം വൈറ്റമിനുണ്ട്, അയൺ ധാരാളമുണ്ട്. ഇത് ആരോഗ്യകരമാണ്. പക്ഷേ സസ്യാഹാരം കഴിച്ചും ആരോഗ്യത്തോടെ ജീവിക്കാം. നല്ല ഭക്ഷണം കഴിച്ച് പരിശോധനകൾ നടത്തി ആരോഗ്യത്തോടെ ജീവിക്കാം. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആരോഗ്യകരമായ ഭക്ഷണം എന്തിനൊഴിവാക്കണം? ജനങ്ങൾ പറയുന്നത് അത് മൃഗത്തെ മുറിവാക്കലാണെന്നാണ്. ഞാൻ അതിലേക്ക് പിന്നെ വരാം. പല്ലുകളെ വിശകലനം ചെയ്താൽ ആട്, പശു തുടങ്ങിയ സസ്യാഹാരം കഴിക്കുന്നവയ്ക്ക് പരന്ന പല്ലുകളാണുള്ളത്. അവ സസ്യഭോജിയാണ്. അവ ഒരിക്കലും മാംസാഹാരം കഴിക്കില്ല. മാംസാഹാരികളായ പുലി, കടുവ, സിംഹം പോലെയുള്ളവയ്ക്ക് തേറ്റപ്പല്ലുകളുണ്ട്. അവ മാംസാഹാരം മാത്രമേ കഴിക്കാറുള്ളൂ, സസ്യം കഴിക്കാറില്ല. മനുഷ്യന്റെ പല്ലുകളെ വിശകലനം ചെയ്താൽ പോയിട്ട് കണ്ണാടിയിൽ നോക്കൂ. ദൈവം നമുക്ക് കൂർത്ത പല്ലുകളും പരന്ന പല്ലുകളും തന്നിട്ടുണ്ട്. നമ്മൾ സസ്യാഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂവെങ്കിൽ ദൈവം എന്തിനാണ് ഈ കൂർത്ത പല്ലുകൾ നൽകിയത്? താങ്കൾ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. കൂർത്ത പല്ലുകൾ മാംസാഹാരം കഴിക്കാനുള്ളതാണ്. ദൈവം മാംസാഹാരം അനുവദിച്ചു എന്നതിന് തെളിവാണ്. അതിലുപരി ആട്, പശു തുടങ്ങിയ സസ്യാഹാരികളുടെ ദഹന വ്യവസ്ഥയിൽ മാംസം ഒരിക്കലും ദഹിക്കില്ല. സസ്യാഹാരം മാത്രമേ ദഹിക്കുകയുള്ളൂ. മാംസാഹാരികളായ സിംഹം, കടുവ, പുലി എന്നിവയ്ക്ക് മാംസം മാത്രമേ ദഹിക്കുകയുള്ളൂ. സസ്യാഹാരം ദഹിക്കുകയില്ല. പക്ഷെ മനുഷ്യന്റെ ദഹന വ്യവസ്ഥ, മെഡിക്കൽ വിദ്യാർത്ഥിയായതുകൊണ്ട് താങ്കൾക്കറിയാം, നമ്മൾക്ക് സസ്യാഹാരവും മാംസാഹാരവും ദഹിക്കും. സസ്യാഹാരം മാത്രമേ നാം കഴിക്കാൻ പാടുള്ളതായിരുന്നുവെങ്കിൽ പിന്നെ ദൈവം എന്തിനാണ് രണ്ടും ദഹിക്കുന്ന ദഹന വ്യവസ്ഥ നൽകിയത്? നമുക്കവ ഉണ്ട്. താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ മാംസാഹാരം അനുവദിക്കുന്നില്ല എന്ന തെറ്റിദ്ധാരണ ഹിന്ദുക്കൾക്കിടയിലുണ്ട്. ഞാൻ ഖുർആൻ ഉദ്ധരിച്ചു. സഹോദര, ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ വായിച്ചാൽ കാണാം, മനുസ്മൃതി 5-ാം അധ്യായം 30-31 വചനങ്ങളിൽ പറയുന്നു, അനുവദിക്കപ്പെട്ട മൃഗങ്ങളുടെ ഭക്ഷണം കഴിച്ചാൽ അത് പാപമല്ല. ദൈവം ചില മൃഗങ്ങളെ തിന്നാനും ചിലതിനെ തിന്നപ്പെടാനും വേണ്ടി സൃഷ്ടിച്ചവയാണ്. മനുസ്മൃതി 5-ാം അധ്യായം 31-ാം വചനത്തിൽ പറയുന്നു, താങ്കൾ മൃഗബലി നടത്തിയാൽ പാപമല്ല ചെയ്യുന്നത്. മനുസ്മൃതി 5-ാം അധ്യായം 39-40 വചനങ്ങളിൽ പറയുന്നു, ദൈവം ചില മൃഗങ്ങളെ ബലിയർപ്പിക്കപ്പെടാൻ വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. മൃഗബലി നടത്തിയാൽ അത് കൊലപാതകമല്ല. മനുസ്മൃതി 5-ാം അധ്യായം 41-42 വചനങ്ങളിൽ പറയുന്നു, അറിവുള്ള ബ്രാഹ്മണൻ ബലിയർപ്പിച്ചാൽ മൃഗവും ബ്രാഹ്മണനും സ്വർഗ്ഗത്തിൽ പോവും. ഋഗ്വേദം 10-ാം പുസ്തകം 27-ാം ഗീതം 2-ാം മന്ത്രത്തിൽ പറയുന്നു, ഞാൻ നടക്കാൻ പോവുകയാണ്, തിരിച്ചു വരുമ്പോഴേക്കും വലിയ കാളയെ തയ്യാറാക്കുക. ഋഗ്വേദം 10-ാം പുസ്തകം 28-ാം ഗീതം 40-ാം മന്ത്രത്തിൽ പറയുന്നു, ഇന്ദ്ര പറയുന്നു, എനിക്ക് തിന്നാൻ കാളയെ തയ്യാറാക്കുക. മഹാഭാരതം അനുശാസൻ പർവം 88-ാം അധ്യായത്തിൽ പറയുന്നു ഇതുതന്നെ. മനുസ്മൃതി 3-ാം അധ്യായം 266-277 വചനങ്ങളിൽ പറയുന്നുണ്ട്, യുധിഷ്ഠിരൻ ഭീഷ്മരോട് പൂജയിൽ പൂർവികർക്ക് വേണ്ടി ഞാൻ എന്താണ് ബലി നൽകേണ്ടതെന്ന് ചോദിച്ചു. ഭീഷ്മൻ മറുപടി പറഞ്ഞു, പച്ചക്കറികൾ ബലി നൽകിയാൽ പൂർവികർ 1 മാസത്തേക്ക് സംതൃപ്തരാകും.
മത്സ്യം നൽകിയാൽ 2 മാസത്തേക്ക് സംതൃപ്തരാകും. മാംസം നൽകിയാൽ 3 മാസത്തേക്ക് സംതൃപ്തരാകും. മൊയിലിനെ ബലി നൽകിയാൽ 4 മാസത്തേക്ക് സംതൃപ്തരാകും. ആട്ടുകച്ച് നൽകിയാൽ 5 മാസത്തേക്ക് സംതൃപ്തരാകും. ചിക്കൻ നൽകിയാൽ 6 മാസത്തേക്ക് സംതൃപ്തരാകും. മാനിനെ നൽകിയാൽ 7 മാസത്തേക്ക് സംതൃപ്തരാകും. പക്ഷികളെ നൽകിയാൽ 8 മാസത്തേക്ക് സംതൃപ്തരാകും. ഇത് തുടർന്നുകൊണ്ട് പറയുന്നു, പോത്തിനെ ബലി നൽകിയാൽ 11 മാസത്തേക്ക് സംതൃപ്തരാകും. പശുവിനെ ബലി നൽകിയാൽ 12 മാസത്തേക്ക് സംതൃപ്തരാകും. കണ്ടാമൃഗത്തെ നൽകിയാൽ എക്കാലത്തേക്കും സംതൃപ്തരാകും. ഹൈന്ദവ വേദപ്രകാരം മാംസമടക്കമുള്ള സസ്യേതരാഹാരം കഴിക്കാൻ അനുവാദം നൽകുന്നുണ്ട്. ഇത് എന്റെ വക പറഞ്ഞതല്ല, എല്ലാ റെഫറൻസും പറഞ്ഞിട്ടുണ്ട്. താങ്കൾക്ക് പരിശോധിക്കാം, അത് വളരെ കൃത്യമാണ്. ഇനി അതിന്റെ യുക്തിയുടെ വീക്ഷണത്തിലേക്ക് വരാം. എന്തിന് മനുഷ്യർ മൃഗങ്ങളെ കൊല്ലണം? സസ്യാഹാരം മാത്രം കഴിച്ച് ജീവിക്കാമെന്നിരിക്കെ ജനങ്ങൾ പറയുന്ന മറുപടി ഇതാണ്: മൃഗങ്ങളെ കൊല്ലൽ വലിയ പാപമാണ്, സസ്യത്തെ നശിപ്പിക്കൽ ചെറിയ പാപമാണ്, കാരണം സസ്യങ്ങൾക്ക് ജീവനില്ല. ഇതാണ് അവരുടെ യുക്തി. നേരത്തെ ഹിന്ദു സന്യാസിമാരും തന്ത്രിമാരും മാംസാഹാരം കഴിക്കാറുണ്ടായിരുന്നു. പിന്നീട് ജൈനമത സ്വാധീനത്തിൽ അവരുടെ അഹിംസാ തത്വപ്രകാരം ജീവനില്ലാത്ത സസ്യത്തെ തിന്നലാണ് ജീവനുള്ള മൃഗത്തെ തിന്നുന്നതിനേക്കാൾ താരതമ്യേന പാപം കുറവ്. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് ഇന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. അപ്പോൾ അവർ വേറെ യുക്തി പറയും: അതേ സാക്കിർ, സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷേ സസ്യങ്ങൾക്ക് വേദന അനുഭവപ്പെടില്ല. മൃഗങ്ങളെ കൊല്ലുന്നതിനേക്കാൾ ചെറിയ പാപമാണ് സസ്യങ്ങളെ കൊല്ലൽ. ഇന്ന് ശാസ്ത്രം പുരോഗമിച്ച് സസ്യങ്ങൾക്കും വേദന അനുഭവപ്പെടുന്നുണ്ടെന്ന് പറയുന്നു. സസ്യങ്ങൾക്ക് നാഡീവ്യവസ്ഥയുണ്ട്, അവയ്ക്ക് വേദന അനുഭവപ്പെടും, അവ കരയും, അവ സന്തോഷിക്കും, അവർ ദുഃഖിക്കും. പക്ഷെ സസ്യങ്ങളുടെ കരച്ചിൽ മനുഷ്യന് കേൾക്കാൻ സാധിക്കില്ല. കാരണം മനുഷ്യന് സെക്കൻഡിൽ 20,000-നും 20,000-നും ഇടയിൽ ഫ്രീക്വൻസിയുള്ള ശബ്ദം മാത്രമേ കേൾക്കാൻ സാധിക്കൂ. അതിന് മുകളിലോ താഴെയോ ഉള്ളത് കേൾക്കാൻ സാധിക്കില്ല. നായയുടെ കേൾവിശക്തിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമായിരിക്കും. നായയ്ക്ക് ഒരു സെക്കൻഡിൽ 40,000 ഫ്രീക്വൻസിയിൽ ഉള്ളത് വരെ കേൾക്കാം. മനുഷ്യനേക്കാൾ 20,000 ഫ്രീക്വൻസി അധികമുള്ള ശബ്ദവും 40,000 ഫ്രീക്വൻസിയിൽ കുറവുള്ള ശബ്ദവും കേൾക്കാം. മനുഷ്യന് കേൾക്കാത്തത് നായയ്ക്ക് കേൾക്കാൻ സാധിക്കും. സസ്യങ്ങൾ കരയുന്നുണ്ടെങ്കിലും നമുക്കത് കേൾക്കുവാൻ സാധിക്കില്ല. നമുക്ക് കേൾക്കാത്തതുകൊണ്ട് അവയെ പീഡിപ്പിക്കാമെന്ന് അർത്ഥമില്ല. ഒരാൾ എന്നോട് വാദിക്കുകയാണ്: സാക്കിർ, സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്നും വേദനയുണ്ടെന്നും ഞാൻ അംഗീകരിക്കുന്നു. സസ്യങ്ങൾക്ക് 2-3 ഇന്ദ്രിയങ്ങളേ ഉള്ളൂ, മൃഗങ്ങൾക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്. അപ്പോൾ മൃഗങ്ങളെ കൊല്ലുന്നതിനേക്കാൾ പാപം കുറവാണ് സസ്യങ്ങളെ കൊന്നാൽ. ശരി, വാദത്തിന് വേണ്ടി ഞാൻ അംഗീകരിക്കുന്നു. സസ്യങ്ങൾക്ക് 3 ഇന്ദ്രിയങ്ങളേ ഉള്ളൂ, മൃഗങ്ങൾക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്. താങ്കൾക്കൊരു സഹോദരനുണ്ടെന്ന് വിചാരിക്കുക. ബധിരനും മൂകനുമായിട്ടാണ് അവൻ ജനിച്ചത്. 2 ഇന്ദ്രിയങ്ങൾ കുറവാണ്, സംസാരിക്കാനും കേൾക്കാനും സാധിക്കില്ല. അവൻ വലുതായപ്പോൾ ഒരാൾ വന്ന് അവനെ വധിച്ചു. എന്നിട്ട് കോടതിയിൽ ജഡ്ജിയോട് പറയുന്നു: എന്റെ സഹോദരന്റെ ഘാതകന് കുറഞ്ഞ ശിക്ഷ നൽകിയാൽ മതി, കാരണം എന്റെ സഹോദരന് 2 ഇന്ദ്രിയങ്ങൾ കുറവായിരുന്നു. പരമാവധി ശിക്ഷ നൽകണമെന്നാണ് താങ്കൾ പറയുക. അവനൊരു പാപവും ചെയ്യാത്തവനായിരുന്നു, എന്നിട്ടും അവൻ എന്റെ സഹോദരനെ കൊന്നു. ഇസ്ലാം ഇതുപോലെ 2 ഇന്ദ്രിയം 3 ഇന്ദ്രിയം എന്ന യുക്തിയല്ല പറയുന്നത്. 2-ാം അധ്യായം ബഖറയിലെ 168-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു: ഞാൻ നിങ്ങൾക്ക് നൽകിയ നല്ലതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. എന്താണോ നല്ലത് അത് തിന്നാം, എന്താണോ ചീത്ത അത് തിന്നാൻ പാടില്ല. കാലികളുടെ ആയുസ് വളരെ കുറവാണ്. അവയെ കൊല്ലരുതെന്ന വാദം വിശകലനം ചെയ്താൽ അവ വേഗത്തിൽ പുനരുൽപാദനം നടത്തുന്നു. ഭക്ഷണത്തിനു വേണ്ടി കാലികളെ കൊന്നില്ലെങ്കിൽ കാലികളെ കൊണ്ട് പ്രയാസമാകും. പശുക്കളും ആടുകളും അതിവേഗം പുനരുൽപാദനം നടത്തുന്നു. ഒരു ഇന്ത്യക്കാരന് സസ്യേതര ആഹാരം വേണ്ട എങ്കിൽ ഒരു പ്രയാസവുമില്ല, മാംസാഹാരം വേണ്ട, ഒരു പ്രശ്നവുമില്ല. വ്യക്തിപരമായി ഞാൻ സന്തുഷ്ടനാവും. കാരണം എല്ലാ ഹിന്ദുക്കളും എല്ലാ ഇന്ത്യക്കാരും മാംസം തിന്നു തുടങ്ങിയാൽ അതിന്റെ വില വർദ്ധിക്കും.